അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണിയെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. TP ചന്ദ്രശേഖരൻ വധം CH അശോകനെതിരെ വ്യവസായി. ദോഹയിലെ ഷോപ്പിംഗ് സെന്ററിൽ തീപിടുത്തം, കുട്ടികളടക്കം 19 പേർ മരിച്ചു. എയർ ഇന്ത്യയുടെ നഷ്ടത്തിലുള്ള സർവീസുകൾ പുനഃക്രമീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. SYS ഗ്രേഡിംഗ് മലപ്പുറം ജില്ലക്ക് A+. പാൻ മസാല നിരോധിച്ചിട്ടും പിൻവാതിലിലൂടെ വിൽപ്പന സജീവം. മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഒഴിവാക്കണം PTA റഹീം MLA. പാർട്ടി പ്രതിയോഗികളെ പട്ടിക തയ്യാറാക്കി വകവരുത്തിയെന്ന CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണിയുടെ പ്രസംഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. SP P പ്രകാശിന്റെ നേതൃത്വത്തിൽ 3 DYSPമാരടങ്ങുന്നതാണ് അന്വേഷണ സംഘം. മണി പറഞ്ഞ പട്ടികയിലെ 13 പേര് ആരൊക്കെയെന്ന് കണ്ടെത്തുകയെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക ദൗത്യം. MM മണിയെ ഇന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. നിലവിൽ എക്സൈസ് അഡീഷണൽ കമ്മീഷണറായിട്ടുള്ള P പ്രകാശിന്റെ നേതൃത്വത്തിൽ വിപുലമായ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. DYSPമാരായ സുനിൽ കുമാർ, MJ മാത്യു, ആന്റണി ജോർജ് എന്നിവരാണ് സംഘാംഗങ്ങൾ. ആവശ്യമുള്ളപ്പോൾ കൂടുതൽ ആളുകളെ സംഘത്തിൽ ചേർക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. മണിയുടെ വിവാദ പ്രസംഗത്തിൽ 4 പേരുടെ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇവർക്ക് പുറമെ 13 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവർ ആരെന്നും ഇവർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് സംഘത്തിന് ലഭിച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശം. കൂടാതെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പുനരന്വേഷണത്തിലുള്ള അനുമതി കോടതിയിൽ നിന്ന് നേടിയെടുക്കുകയും സംഘത്തിന്റെ പ്രധാന ചുമതലയാണ്. MM മണി പറഞ്ഞ ബാലുവധത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് ജില്ലാ പോലീസും പീരുമേട് കോടതിയിൽ ഇന്നലെ തന്നെ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർ നടപടി സ്വീകരിക്കുന്നതും പുതിയ സംഘമാവും. നിലവിൽ കേസ് അന്വേഷിച്ചു വന്നിരുന്ന തൊടുപുഴ DYSPയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളുടെ വിവരശേഖരണം തുടങ്ങിയിരുന്നെങ്കിലും കൂടുതൽ വിവരങ്ങൾക്കായി MM മണിയെ തന്നെ ചോദ്യം ചെയ്യാനാണ് സംഘം ആലോചിക്കുന്നത്. അതിനാൽ ഇന്ന് തന്നെ ചോദ്യം ചെയ്യലിന് സാധ്യതയുണ്ട്. അതേസമയം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരാത്ത രീതിയിൽ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച ശേഷം മാത്രം അറസ്റ്റ് പോലുള്ള നടപടി മതിയെന്നാണ് സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ നിയമപരമായി പുരോഗതിയുണ്ടാകുന്ന ഘട്ടത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് കാക്കേണ്ട എന്നും ധാരണയുണ്ട്. ദോഹയിലെ പ്രമുഖ ഷോപ്പിംഗ് കേന്ദ്രമായ വില്ലാജിയോ മാളിലുണ്ടായ തീപിടുത്തത്തിൽ 13 കുട്ടികളടക്കം 19 പേർ മരിച്ചു. 4 കുട്ടികളടക്കം 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ദോഹ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദാരുണമായ അപകടമാണ് വില്ലാജിയോ മാളിലുണ്ടായത്. ദോഹയിലെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും. 7 പെൺകുട്ടികളും 6 ആൺകുട്ടികളുമടക്കം 13 വിദ്യാർത്ഥികളും 4 അധ്യാപകരും 2 അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടതെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. 4 വിദ്യാർത്ഥികളടക്കം 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. മാളിൽ സന്ദർശനം നടത്താനെത്തിയ സ്കൂൾ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരിൽ മലയാളികളും ഉണ്ടെന്നാണ് സൂചന. രാവിലെ 11 മണിയോടെയായിരുന്നു തീപിടുത്തം. നൈക്കി ഷോറൂമിൽ ആരംഭിച്ച തീ പിന്നീട് ഫുഡ് കോർട്ടിലേക്കും ഗെയിം സോണിലേക്കും പടരുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ ഹമദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീപിടുത്തത്തിന്റെ കാരണം അറിവായിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2006-ൽ പ്രവർത്തനം ആരംഭിച്ച 1 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള വില്ലാജിയോ മാളിൽ തിയേറ്ററുകളടക്കം 2000-ലധികം കടകളാണുള്ളത്. കോട്ടയം ജില്ലയിൽ അപകട പരമ്പര. 3 അപകടങ്ങളിലായി 28 പേർക്ക് പരിക്കേറ്റു. കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസർ ആയിഷാബായി അടക്കം 2 പേരുടെ നില ഗുരുതരമാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനവും നാഷണൽ പെർമിറ്റ് ലോറിയും കൂട്ടിയിടിച്ചാണ് ആദ്യ അപകടം. രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ മെഡിക്കൽ
ഓഫീസർ ആയിഷാബായിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം പാലാ റോഡിൽ മങ്കര കലിങ്കിന് സമീപം കെഎസ്ആർടിസി ബസ് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. 7:30യോടെയാണ് അപകടമുണ്ടായത്. 12 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 3 പേരെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടമുണ്ടായ വളവിന് സമീപമുള്ള ഹോട്ടലിൽ മൈദ ഇറക്കുന്നതിനായി നിർത്തിയ ലോറിയിലാണ് കെഎസ്ആർടിസി ബസ് ഇടിച്ചു കയറിയത്. അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. കോട്ടയത്തിന് സമീപം മണിപ്പുഴയിൽ സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. ബാംഗ്ലൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോവുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ബസിന്റെ ബ്രേക്ക് സംവിധാനം തകരാറിലായതാകാം അപകട കാരണമെന്ന് അധികൃതർ വിലയിരുത്തി. അപകടത്തിൽപ്പെട്ട വാഹനം നീക്കാൻ കഴിയാത്തത് MC റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സം സൃഷ്ടിച്ചു. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിലെ മലാപ്പറമ്പിൽ കാർ ബൈക്കിന് പിന്നിലിടിച്ച് 2 കുട്ടികൾ മരിച്ചു. ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബൈക്കിനെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ സ്കോർപിയോ കാറിന് വേണ്ടി പോലീസ് തിരച്ചിൽ തുടങ്ങി. നേതാജി നഗർ കോളനിക്ക് സമീപം രാത്രി 9 മണിയോടെയാണ് അപകടം. ബൈപ്പാസിലേക്ക് കയറി വന്ന ബൈക്കിനെ പിന്നിൽ നിന്ന് വന്ന കാർ ഇടിച്ചിടുകയായിരുന്നു. നേതാജി നഗർ കോളനിയിലെ ഗോപകുമാറിന്റെ മകൻ 10 വയസ്സുകാരനായ ഗൗതം കൃഷ്ണ, കുന്നമംഗലം സ്വദേശി 7 വയസ്സുകാരനായ ആദർശ് എന്നിവരാണ് മരിച്ചത്. ബൈക്കിനെ ഇടിച്ചിട്ട ശേഷം കാർ തൊണ്ടയാട് ഭാഗത്തേക്ക് നിർത്താതെ പോവുകയായിരുന്നു. അപകടമുണ്ടാക്കിയ കാറിന്റെ റിയർ വ്യൂ മിററിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനത്തിനായി തെരച്ചിൽ ആരംഭിച്ചത്. കാടിന്റെ അപ്പുറത്തായിരുന്നു ഒരു കുട്ടി, പെൺകുട്ടി അപ്പുറത്തായിരുന്നു. കുറച്ചുകൂടി വിട്ടിട്ടാണ് അവിടെ സ്കോർപിയോ ഏതോ വണ്ടി, സ്കോർപിയോ ആണോ ഇന്നോവയാണോ ഏത് വണ്ടിയാന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ അതിന്റെ സ്കോർപിയോന്റെ ഒരു മിറർ പൊട്ടിയിട്ടുള്ള ആ പ്ലാസ്റ്റിക്കിന്റെ അവിടെ ഉണ്ട്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബീന മുരളിയുടെ മകൾ ആരതിയെയും ബൈക്കോടിച്ച ഗോപകുമാറിനെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്ക് കമ്പനിയായ ഫേസ്ബുക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ IPOയിലൂടെ $1600 കോടി സമാഹരിച്ചു. 28-കാരനായ മാർക്ക് സുക്കർബർഗ് സ്ഥാപിച്ച ഫേസ്ബുക്ക് ഇൻകോർപ്പറേഷൻ 4212 ലക്ഷം ഓഹരികളാണ് $38 നിരക്കിൽ വിറ്റഴിച്ചത്. ഇതോടെ 8 വയസ്സ് മാത്രം പ്രായമായ കമ്പനിയുടെ വിപണി മൂല്യം $10,420 കോടി, അതായത് 6 ലക്ഷം കോടി രൂപയാണ് കണക്കാക്കുന്നത്. ഇത് അമേരിക്കയിൽ പുതിയ റെക്കോർഡാണ്. ലോകത്തെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ 2004 നടത്തിയ $190 കോടി IPOയെ ഫേസ്ബുക്ക് ഏറെ പിന്നിലാക്കിയിരിക്കുകയാണ്. ഇപ്പോഴും കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും സുക്കർബർഗിന്റെ പക്കൽ തന്നെയാണ്. ലോകവ്യാപകമായി 90 കോടി ഉപഭോക്താക്കളാണ് ഫേസ്ബുക്കിനുള്ളത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്ന പാത വിസ്മരിക്കപ്പെടരുതെന്നും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. ഹജ്ജിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ പകർന്നു നൽകുന്നതിനു വേണ്ടി മഅദിനിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് ഇസ്ലാമിന്റെ ചരിത്ര സ്മാരകങ്ങൾ, ലോകത്ത് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ അയവിറക്കിടക്കുന്ന ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ, ചരിത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ച സ്ഥലങ്ങൾ, സൗദി, മക്ക, മദീന, ഹിജാസ്, ഷാം, ഇറാഖ്, ഖുറാസാൻ, ഇങ്ങനെ തുടങ്ങിയ ചരിത്ര സ്ഥലങ്ങളാണ് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ അയവിറങ്ങുന്നത്. ഏത് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും നിങ്ങൾ ഇന്ന് സർവ്വസാധാരണ പോകുന്ന UAE-യോ ഖത്തറോ അല്ലെങ്കിൽ മറ്റ് കുവൈത്ത് പോലുള്ള സ്ഥലങ്ങൾ ഇസ്ലാമിന്റെ ഒരൊറ്റ കിതാബിലും ഒരിടത്തും പ്രതിപാദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ മുഴുവനും ഉറങ്ങിക്കിടക്കുന്നത് മക്ക, മദീന, ത്വായിഫ് അങ്ങനെ ഉൾപ്പെടെയുള്ള ഹിജാസ്. പരിപാടിയിൽ ഇബ്രാഹിം ബാക്കവി മേൽമുറി വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. 5000-ൽ പരം ഹാജിമാരാണ് ഹജ്ജ് ക്ലാസിൽ പങ്കെടുത്തത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ
സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. TP ചന്ദ്രശേഖരൻ വധത്തിനു പിന്നിൽ വ്യവസായിയാണെന്ന CH അശോകന്റെ പരാമർശത്തിനെതിരെ അഴിയൂരിലെ വ്യവസായി പ്രദീപ് കുമാർ രംഗത്തെത്തി. ഐസ് പ്ലാന്റിനെതിരായ സമരത്തിൽ ചന്ദ്രശേഖരൻ സജീവമായിരുന്നില്ല. കേസിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും അശോകന്റെ ആരോപണം. ചന്ദ്രശേഖരനോട് തനിക്ക് യാതൊരു വൈരാഗ്യവും ഉണ്ടായിരുന്നില്ലെന്നും വ്യവസായി പ്രദീപ് കുമാർ വ്യക്തമാക്കി. CPM-ന് വൈരാഗ്യമുണ്ടോ, CPM വൈരാഗ്യമില്ലയോ എന്ന് എനിക്കറിയില്ല. അത് അവരുടെ കാര്യം. ഞാൻ CPM പാർട്ടിക്ക് ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്ക് CPM-ന് വൈരാഗ്യം ഉണ്ടോ എന്നത് എനിക്കറിയില്ല. എന്തുകൊണ്ട് അയാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എനിക്കതും അറിയില്ല. അതാണ് അവസ്ഥ ഒരിക്കലുമില്ല. കാരണം ചന്ദ്രശേഖരൻ ഒരു ദിവസം പോലും കണ്ടു കൊടുക്കുന്നത് അവരെ പാർട്ടിയോട് ചോദിക്കാം. നഷ്ടത്തിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ പുനഃക്രമീകരിക്കും. നഷ്ടത്തിലുള്ള സർവീസുകളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം 4-അംഗ സമിതിയെ നിയോഗിച്ചു. വ്യോമയാന മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി G. അശോക് കുമാറാണ് സമിതി അധ്യക്ഷൻ. എയർ ഇന്ത്യയുടെ നഷ്ടത്തിലുള്ള ഓരോ സർവീസുകളുടെയും വരുമാനം പരിശോധിച്ച് 3 വിഭാഗങ്ങളായി തിരിക്കാനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ധന ചെലവ് പോലും കിട്ടാത്ത സർവീസുകൾ, പ്രവർത്തന ചെലവ് ലഭിക്കാത്ത സർവീസുകൾ, ആകെ ചെലവ് ലഭിക്കാത്ത സർവീസുകൾ എന്നിവയാണിവ. സമിതിയോട് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കേണ്ട സർവീസുകൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കും. ഖുർആൻ മനുഷ്യ മനസ്സുകളിൽ തമസ്സിനെ നീക്കിയ ഗ്രന്ഥം ഷേഖ് മുഹമ്മദ് ബാദിബ്. ICF ജിദ്ദ ഘടകത്തിന്റെ കീഴിൽ വിശുദ്ധ ഖുർആൻ വിശുദ്ധ റമദാൻ എന്ന പ്രമേയത്തിൽ ആഗസ്റ്റ് 24 വരെ നീണ്ടുനിൽക്കുന്ന ത്രൈമാസിക ക്യാമ്പയിൻ ആരംഭിച്ചു. ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രമുഖ സൗദി പണ്ഡിതനും മുദ്ദരിസുമായ ഷേഖ് മുഹമ്മദ് ബാദിബ്. ശാസ്ത്രവും പുതിയ സാങ്കേതിക വിദ്യകളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സത്യങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ടെലസ്കോപ്പ് പോലുമില്ലാത്ത യുഗത്തിൽ വിവരണം നടത്തുന്ന വിശുദ്ധ ഖുർആൻ മനുഷ്യ മനസ്സുകളിൽ തമസ്സിനെ നീക്കിയ ഗ്രന്ഥമാണെന്ന് അദ്ദേഹം മർഹബയിൽ പറഞ്ഞു. മനുഷ്യർക്ക് സത്യപാതയിലേക്കുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുകൾ വഴികാട്ടിയാണ്. സമൂഹത്തിന്റെ നിലനിൽപ്പ് തകർക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ തകർന്നു മണ്ണടിഞ്ഞിട്ടും മനുഷ്യകുലത്തിന് താങ്ങും തണലുമായി ഇസ്ലാം നിത്യശോഭയായി നിലനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സയ്യിദ് ഹബീബുൽ ബുഖാരി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി പഠന ക്ലാസുകൾ, പഠനയാത്രകൾ, കൊളാഷ്, മെഡിക്കൽ ക്യാമ്പ്, സ്കൂൾ ഓഫ് ഖുർആൻ, പ്രബന്ധരചന, ഖുർആൻ പാരായണ മത്സരം, ക്വിസ്, പഠന ക്യാമ്പ്, കുടുംബ സംഗമം, റമദാൻ മുന്നൊരുക്കം, ഇഫ്താർ സംഗമം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. മുഹീദ്ദീൻ സഅദി കൊട്ടുകര പ്രമേയ വിശദീകരണം നടത്തി. സംസ്ഥാനത്ത് പാൻ മസാല ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിട്ടും പിൻവാതിൽ വിതരണവും വിൽപ്പനയും തകൃതിയായി നടക്കുന്നു. പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ചും നാട്ടിന് പുറങ്ങളിലുമാണ് ഇപ്പോഴും രഹസ്യമായി പാൻ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നത്. മൊത്ത വിതരണങ്ങൾ നേരത്തെ സ്റ്റോക്ക് വെച്ചിരുന്ന ടൺ കണക്കിന് പാൻ ഉൽപ്പന്നങ്ങൾ ചില്ലറ കച്ചവടക്കാർക്ക് നിർബാധം വിൽക്കുന്നതാണ് പെട്ടിക്കടകളിലും മറ്റും ഇപ്പോഴും ഇവ ലഭിക്കാനിടയാക്കുന്നത്. പരസ്യമായി ഇവ പ്രദർശിപ്പിക്കുന്നില്ലെങ്കിലും നേരത്തെ ലഭ്യമായിരുന്ന മുഴുവൻ ചെറുകിട കടകളിലും ഇപ്പോഴും ഇവ രഹസ്യമായി വിൽക്കുകയാണ്. യുവാക്കളും അന്യസംസ്ഥാന തൊഴിലാളികളുമാണ് പാൻ മസാലയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നിരോധനത്തിന്റെ പേര് പറഞ്ഞ് ഇരട്ടിയിലധികം വിലക്കാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നിരോധനം നടപ്പാക്കി 3 ദിവസം പിന്നിട്ടിട്ടും രഹസ്യ വിൽപ്പന കണ്ടെത്തുന്നതിന് പോലീസും ആരോഗ്യവകുപ്പ് അധികൃതരും തയ്യാറാകാത്തതാണ് മാർക്കറ്റിൽ ഇപ്പോഴും ഇവ ലഭ്യമാക്കുന്നതിന് കാരണമാകുന്നത്. ഷാർജയിൽ പാർപ്പിട മേഖലകളിൽ നിന്ന് ഒറ്റയ്ക്കു കഴിയുന്ന പുരുഷന്മാരെ ഒഴിപ്പിക്കുന്ന നടപടി പൂർത്തിയായതായി നഗരസഭ അറിയിച്ചു. വ്യവസായ മേഖലയിലേക്കാണ് ഇവരെ മാറ്റിയതെന്നും നഗരസഭ അറിയിച്ചു. ഷാർജയിലെ ഹൽവാൻ, സംനാൻ, ഖാസിമിയ, ഷഹബ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ബാച്ചിലർ തൊഴിലാളികളെയാണ്
ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. എമിറേറ്റിലെ പഴയ വില്ലകളിലും ഫ്ളാറ്റുകളിലുമാണ് പ്രധാനമായും ബാച്ചിലേഴ്സ് താമസിച്ചിരുന്നത്. ഇവിടെ കുടുംബമായി താമസിച്ചിരുന്ന ആളുകൾ നൽകിയ പരാതികളിന്മേലാണ് നഗരസഭ നടപടിയെടുത്തത്. എന്നാൽ കൊമേഴ്സ്യൽ കെട്ടിടങ്ങളിൽ താമസിക്കാൻ സ്ത്രീകൾക്കും ഉദ്യോഗസ്ഥർക്കും അനുവാദം നൽകിയിട്ടുണ്ട്. ഒരു മുറിയിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നത് മന്ത്രാലയം നിരോധിച്ചിട്ടുണ്ട്. ഒരു സ്റ്റുഡിയോ ഫ്ളാറ്റിൽ 3 പേരിൽ കൂടാൻ പാടില്ല. 1 ബെഡ്റൂം ഫ്ളാറ്റിൽ 4 പേർക്കാണ് പരമാവധി താമസിക്കാൻ സാധിക്കുക. 2 ബെഡ്റൂമിൽ 6 പേരിൽ കൂടാൻ പാടില്ലെന്നാണ് നിയമം. താമസക്കാരുടെ ആരോഗ്യ സുരക്ഷ ലക്ഷ്യമിട്ട് പ്രാബല്യത്തിലാക്കിയ ഈ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. SYS ഘടകങ്ങളുടെ ഗ്രേഡിംഗ് പൂർത്തിയായി. വാർഷിക പ്രതിനിധി സമ്മേളനങ്ങളിൽ മേൽഘടകങ്ങൾ നിയോഗിച്ച കൌൺസിൽ കൺട്രോളർമാരുടെ നേതൃത്വത്തിൽ പാർട്ട് എ ഘടകങ്ങളുടെ അടിസ്ഥാന സംവിധാനങ്ങളും, പാർട്ട് ബി കഴിഞ്ഞ ഒരു വർഷത്തെ കർമ്മ പദ്ധതികളും, പാർട്ട് സി നിർദ്ദേശിക്കപ്പെടാതെ സ്വയം ഏറ്റെടുത്തു നടപ്പിലാക്കിയ ശ്രദ്ധേയമായ പരിപാടികളും അടിസ്ഥാനമാക്കി നടത്തിയ സൂക്ഷ്മമായ വിലയിരുത്തലിലൂടെയാണ് ഗ്രേഡിംഗ് നടത്തിയത്. 80% മുകളിൽ പോയിന്റ് നേടി മലപ്പുറം ജില്ല A+ ഗ്രേഡ് സ്വന്തമാക്കി. കോഴിക്കോട്, എറണാകുളം, കൊല്ലം ജില്ലകൾ 60% മുകളിൽ പോയിന്റ് നേടി A ഗ്രേഡും മറ്റു ജില്ലകൾ B, C ഗ്രേഡുകളും നേടി. സംസ്ഥാനത്ത് 157-ൽ 38 മേഖലകൾ A+ഉം 66 മേഖലകൾ A ഗ്രേഡും നേടി. 15% പഞ്ചായത്തുകളും 11% യൂണിറ്റുകളും A+ നേടിയപ്പോൾ 24 പഞ്ചായത്തുകളും 18% യൂണിറ്റുകളും A ഗ്രേഡ് നേടുകയുണ്ടായി. അൽ ഐനിലെ ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ ഹോട്ടൽ കത്തിനശിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെ കുവൈത്താത്ത് ഹിൽട്ടൺ റോഡിലെ തആബുൻ റെസ്റ്റോറന്റിലാണ് അഗ്നിബാധയുണ്ടായത്. ആളപായമില്ല. പാകിസ്ഥാനികൾ നടത്തുന്ന ഹോട്ടലാണിത്. സംഭവ സമയത്ത് ധാരാളം ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഹോട്ടൽ ജീവനക്കാർ തീപിടിച്ചയുടൻ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയോടിയതിനാൽ ദുരന്തമൊഴിവായി. സംഭവം അറിഞ്ഞെത്തിയ സിവിൽ ഡിഫൻസും ഹോട്ടൽ ജീവനക്കാരും ചേർന്ന് 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മറന്നുവെച്ച ബാഗ് ഉടമസ്ഥർക്ക് തിരിച്ചു നൽകി തിരുവനന്തപുരം സ്വദേശി മാതൃക കാട്ടി. വെമ്പായം സ്വദേശിയായ ഷിജുവാണ് 1 പവൻ മാലയുൾപ്പെടെയുള്ളവ അടങ്ങിയ ബാഗ് ഉടമസ്ഥരെ തേടി കണ്ടുപിടിച്ച് തിരികെ നൽകിയത്. ഷിജുവിന്റെ ഓട്ടോയിലാണ് ഡൽഹി മലയാളിയായ സജീവും കുടുംബവും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ട്രെയിനിൽ കയറാനുള്ള തിരക്കിനിടയിൽ ബാഗ് ഓട്ടോയിൽ നിന്നെടുക്കാൻ മറന്നു. ആളെ ഇറക്കിയ തിരക്കിൽ അടുത്ത ഓട്ടം പിടിക്കാൻ ഷിജുവും പറന്നു. വൈകുന്നേരത്തോടെ ഓട്ടം അവസാനിപ്പിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ബാഗ് കണ്ടത്. ഇതിനിടെ ബാഗ് നഷ്ടപ്പെട്ടതു മനസ്സിലാക്കിയ സജീവും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ബാഗിൽ നിന്നും കിട്ടിയ വിസിറ്റിംഗ് കാർഡിലെ നമ്പറിലേക്ക് ഷിജു വിളിച്ചു. ബാഗ് നഷ്ടപ്പെട്ടിട്ടില്ലെന്നും വീട്ടിൽ വന്നാൽ തിരികെ തരാമെന്നും അറിയിച്ചു. ഈ ബാഗിന് വേണ്ടി ഇപ്പോഴും അവരവിടെ കിടന്ന് കരയാണെന്ന് എനിക്ക് അറിയായിരുന്നു. ഇപ്പോഴെന്ന് ഞാൻ പെട്ടെന്ന് ഒരു ചേട്ടൻ്റെ കാർ എടുത്തു എൻ്റെ അച്ഛനെ കൊണ്ട് തന്നെ ഞാൻ വിളിപ്പിച്ചു. ചേട്ടാ പേടിക്കണ്ട, ബാഗ് ഞങ്ങളെ കൈ. ഷിജുവിന് മാതൃകയാവണം മറ്റെല്ലാ ഓട്ടോ ഡ്രൈവർമാരെന്നും ബാഗ് തിരിച്ചു കിട്ടിയ മലയാളിയായ സജീവ് പറഞ്ഞു. ഇന്ന് കേരളത്തിലിറങ്ങിയ പത്രമാധ്യമങ്ങളിലൂടെ ഒരെത്തിനോട്ടം. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണി അറസ്റ്റിലാകും എന്ന വാർത്തയുമായിട്ടാണ് തലക്കെട്ടിലാണ് ഇന്നത്തെ മലയാള മനോരമ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇടുക്കിയിലെ മറ്റു രാഷ്ട്രീയ കൊലകളിലും പുനരന്വേഷണം എന്നൊരു റിപ്പോർട്ടും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. MM മണിയുടെ പ്രസ്താവനയോടുകൂടി ഒരുപാട് കൊലക്കേസുകൾ തെളിയും എന്നൊരു സൂചനയാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദോഹയിലെ ഷോപ്പിംഗ് മാളിൽ തീപിടുത്തം, 19 പേർ മരിച്ചു എന്ന വാർത്ത മാതൃഭൂമിയുടെ ഏറ്റവും മുകളിലായി കൊടുത്തിരിക്കുന്നു. മണിക്കെതിരെ FIR എന്ന മനോരമയിലെ അതേ വാർത്ത മറ്റൊരു രൂപത്തിലായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. അന്വേഷണം മണിക്കും മറ്റുള്ളവർക്കുമെതിരെ മറ്റു കൊലക്കേസുകളും അന്വേഷിക്കും. SP പ്രകാശിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമായി എന്ന മറ്റു വാർത്തകളും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. മൊഴികൾ പുറത്തുവരുന്നത് തടയാൻ CPM കോടതിയെ സമീപിക്കുന്നു എന്ന വാർത്തയും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പിടിക്കപ്പെട്ട് അറസ്റ്റിലായവരുടെ മൊഴികൾ പത്രമാധ്യമങ്ങളിൽ വരുന്നതിനെതിരെയാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത.
മറ്റെല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മണിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എന്ന റിപ്പോർട്ട് തന്നെയാണ് സിറാജിന്റെ തലക്കെട്ടിലായി ഇറങ്ങിയിരിക്കുന്നത്. ഡീസൽ, LPG, മണ്ണെണ്ണ വില വർദ്ധിപ്പിക്കില്ല എന്ന റെഡ്ഡിയുടെ പ്രസ്താവനയും സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നു. പുനെയിൽ വാഹനാപകടത്തിൽ 27 പേർ മരിച്ചു എന്ന റിപ്പോർട്ടും സിറാജ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ചന്ദ്രശേഖരന്റെ വധത്തിന് പിന്നിൽ വ്യവസായി എന്ന് CH അശോകൻ പറഞ്ഞ മൊഴിയും സിറാജ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അജ്മീറിന്റെ മണ്ണും മനസ്സും എന്ന തലക്കെട്ടിൽ സിറാജിന്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു AP അബ്ദുൽ ഹക്കീം സാദി കാരക്കുന്നിന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആത്മീയ ലോകത്തെ ഇന്ത്യയുടെ രാജാവാണ് അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹാജ മൊയിനുദ്ദീൻ ചിശ്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം മുഖേന ഇന്ത്യയിലെത്തി മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഈ ത്യാഗവര്യൻ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ഇസ്ലാമിന്റെ ശാന്തി തീരത്തേക്ക് കൈപ്പിടിച്ചനയിച്ചത് എന്ന് സിറാജ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കുറ്റകൃത്യങ്ങളിൽ 1-ാം സ്ഥാനം കേരളത്തിന് എന്ന അത്ഭുതകരമായ ഒരു വാർത്തയും സിറാജിന്റെ 10-ാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഒഴിവാക്കണമെന്ന് PTR റഹീം MLA പറഞ്ഞു. ഇന്നലെ KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിന് വേണ്ടി അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോവട്ടെ, രാഷ്ട്രീയവുമായി മതത്തെ കൂട്ടിച്ചേർക്കരുതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. രാഷ്ട്രീയത്തിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന ചില മതസംഘടനകൾക്ക് താക്കീതായിരുന്നു MLAയുടെ വാക്കുകൾ. മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോട്ടെ, അതേസമയത്ത് മതവും രാഷ്ട്രീയവും സർവചരാചരങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന മാനവികത ഉണർത്തുന്നു എന്ന പ്രമേയത്തിൽ കാന്തപുരം നടത്തിയ കേരള യാത്രയിൽ നിന്നും വിട്ടുനിന്ന മുസ്ലിം ലീഗിന്റെ നടപടിയെ അദ്ദേഹം അപലപിച്ചു. തുടക്കത്തിൽ സഹകരിക്കുകയും ക്ലൈമാക്സിൽ വിട്ടുനിൽക്കുകയും ചെയ്ത മുസ്ലിം ലീഗിന്റെ നടപടി തീർത്തും അപലപനീയമാണെന്ന് KMIC ഗസ്റ്റ് ഡെസ്കിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് ആണ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്. കാരണം അവരത് ചെയ്യാൻ പാടില്ല. കാരണം അവർ ഈ തുടക്കത്തിലുണ്ടായിരുന്നു, എല്ലാ വിഷയങ്ങളിലും അവരുണ്ടായിരുന്നു. അവർ അവസാനം ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ആണ് മാറുന്നത്. ഇത്രയും വലിയൊരു പരിപാടി AP ഉസ്താദിന്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തുന്ന ഒരു പരിപാടി തുടക്കത്തിൽ ഉണ്ടാവുകയും പിന്നീട് ക്ലൈമാക്സിൽ എത്തിയപ്പോൾ അത് വിട്ടുനിൽക്കുകയും ചെയ്ത മുസ്ലിം ലീഗിന്റെ നടപടി അപലപനീയമാണ് എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. AP ഉസ്താദ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യത്തെ AP ഉസ്താദിനെ രാഷ്ട്രീയമായിട്ടും AP ഉസ്താദിനെ മതപരമായിട്ടും ഒക്കെ എതിർക്കുന്ന ആളുകൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന മുദ്രാവാക്യമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. ആ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തെ എതിർക്കേണ്ട ഒരു കാര്യവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നല്ലത് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ EK വിഭാഗം പോലും പറയുന്നത് മാനവികത ഉണർന്നപ്പോൾ കുറെ ആളുകൾക്ക് കാര്യം മനസ്സിലായി. അവർ നിരവധി കാലം മുസ്ലിം ലീഗിനു വേണ്ടി പ്രവർത്തിക്കുകയും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ MLAയുമായ KT ജലീൽ MLA നാളെ KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ സംബന്ധിക്കുന്നു. ഇന്ന് തിരക്ക് കാരണം ഗസ്റ്റ് ഡെസ്കിൽ സംബന്ധിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. വൈകുന്നേരം 7 മണിക്ക് അരീക്കോട് കുനിയിൽ നടക്കുന്ന യുവപണ്ഡിതൻ വഹാബ് സഖാഫിയുടെ പ്രഭാഷണം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. അഡ്മിൻ മുജീബ് CMR അറിയിച്ചു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം 4 മണിക്ക് നിങ്ങളുടെ സ്വന്തം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂരെന്ന് ബൈലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.